ഹായ് ഗൈസ്, നമ്മളെല്ലാവരും മുസ്ലിംസ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഷിയ മുസ്ലിംസ് എന്ന് അധികം ആൾക്കാരും കേട്ട് കാണത്തില്ല. എന്താണ് ഷിയ മുസ്ലിംസ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഷിയ മുസ്ലിം രാജ്യം ഏതാണ്? അതിൻ്റെ ഒറ്റ ഉത്തരം ഇറാൻ. ലോകത്തെ ഷിയ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയവും മതപരവുമായ കേന്ദ്രമായി അറിയപ്പെടുന്ന രാജ്യമാണ് ഇറാൻ. അവിടെയുള്ള ജനങ്ങളിൽ 90-95% ആളുകളും ഷിയ മുസ്ലിങ്ങളാണ്. എന്നാൽ ഇറാൻ എങ്ങനെ ഷിയ രാജ്യമായി മാറി? അതിൻ്റെ ചരിത്രവും രാഷ്ട്രീയവും എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കുന്നത്. വെൽക്കം ടു ദ വീഡിയോ. ഇസ്ലാം 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു: സുന്നി, ഷിയ. ഈ വിഭജനം ആരംഭിച്ചത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷമാണ്. ഒരു വിഭാഗം നേതാവിനെ സമൂഹം തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. അവർ പിന്നീട് സുന്നിയായി. മറ്റൊരു വിഭാഗം പ്രവാചകൻ്റെ കുടുംബത്തിൽ നിന്നും നേതാവ് വരേണ്ടതെന്ന് വിശ്വസിച്ചു. അവർ പിന്തുണച്ചത് അലി ഇബിൻ അബി ത്വാലിബ്. അവരെ ഷിയാത്ത് അലി, ഷിയ മുസ്ലിംസ് എന്ന് വിളിക്കുന്നു. ഷിയ മുസ്ലിങ്ങളുടെ ഇടയിലെ ഏറ്റവും മെയിനായിട്ടുള്ള ആചാരമാണ് കർബല സംഭവം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബാറ്റിൽ ഓഫ് കർബല AD 680 നടന്നിരിക്കുന്നത്. ഇവിടെ ഹുസൈൻ ഇബിൻ അലി, പ്രവാചകൻ്റെ കൊച്ചുമകനായിട്ടുള്ള അദ്ദേഹം അധികാരിയായ സെയ്ദ് ഇബിൻ മുഈസയ്ക്കെതിരെ പോരാടി. ഇറാഖിലെ കർബല എന്ന സ്ഥലത്ത് ഹുസൈനും അദ്ദേഹത്തിൻ്റെ ചെറിയ സംഘവും കൊല്ലപ്പെട്ടു. ഇത് ഷിയ മുസ്ലിങ്ങൾക്ക് ത്യാഗത്തിൻ്റെയും നീതിയുടെയും പ്രതീകമാണ്. ഇറാൻ ആദ്യം ഷിയ രാജ്യമല്ലായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഷാ ഇസ്മായിൽ I എന്ന രാജാവിൻ്റെ സഫാവിദ് എംപയർ ഭരണകാലത്ത് വലിയ മാറ്റം ഉണ്ടായി. അദ്ദേഹം ഷിയ ഇസ്ലാം രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. അതിനുശേഷം പല വർഷങ്ങൾക്കുള്ളിൽ ഇറാൻ മുഴുവൻ ഷിയ മതത്തിലേക്ക് മാറി. ഇതുകൊണ്ടാണ് ഇന്നും ഇറാൻ ഷിയ ലോകത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെടുന്നത്. ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. 1979 ഇറാനിൽ വലിയൊരു വിപ്ലവം ഉണ്ടായി. ആ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് റൂഹുല്ല ഖമീനി. ഈ വിപ്ലവത്തിന് ശേഷം രാജാവ് ഷാ പഹ്ലവിയെ പുറത്താക്കി ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി. ഇതോടെ രാജ്യത്തിൻ്റെ ഭരണവും നിയമവും ഷിയ ഇസ്ലാമിക സിദ്ധാന്തങ്ങൾക്ക് അടിസ്ഥാനമായി നടന്നു. ഇറാനിലെ പരമാധികാരി സുപ്രീം ലീഡർ ഖമേനി എന്ന ഷിയ മതപണ്ഡിതനാണ്. ഇന്നത്തെ ഇറാൻ ലോകത്തിലെ വലിയ ഷിയ മുസ്ലിം രാജ്യം. ഷിയ മതപണ്ഡിതത്തിൻ്റെ പ്രധാന കേന്ദ്രം ഖോം നഗരമാണ്. ഇറാനിലെ പല ഷിയ ഗ്രൂപ്പുകളും പിന്തുണ നൽകുന്ന രാജ്യമായി അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തിൽ ഇറാൻ വലിയ സ്വാധീനമായ രാജ്യമാണെന്ന് പറയാം. ഷിയ മുസ്ലിം ചരിത്രവും ഇറാൻ്റെ രാഷ്ട്രീയവും തമ്മിൽ വളരെ ശക്തമായ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ഇന്നും ഷിയ ലോകത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ചരിത്രവും ലോക രാഷ്ട്രീയവും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.